70 വയസ്സുള്ള അന്ന അപ്രതീക്ഷിതമായി ഗർഭിണിയായി. അന്നയുടെ ഭർത്താവ് ഈ വാർത്ത കേട്ടപ്പോൾ വാർദ്ധക്യം കാരണം അന്ന ആശയക്കുഴപ്പത്തിലാണെന്ന് ഭർത്താവ് കരുതി. ഗർഭപരിശോധനയിൽ വ്യക്തമായി 2 വരികൾ കാണിച്ചപ്പോഴും അന്നയുടെ ഭർത്താവിന് അത് വിശ്വസിക്കാനായില്ല. അന്ന ടോയ്ലറ്റിൽ കുനിഞ്ഞ് ആവർത്തിച്ച് ഛർദ്ദിച്ചപ്പോഴാണ് അന്നയുടെ ഭർത്താവ് ആ സാധ്യത അംഗീകരിക്കാൻ തുടങ്ങിയത്. പരിഭ്രാന്തരായ ഭർത്താവ് ഓൺലൈനിൽ വിവരങ്ങൾക്കായി തിരഞ്ഞു. 70 വയസ്സിലും സ്ത്രീകൾ പ്രസവിക്കുന്നതിന്റെ യഥാർത്ഥ കേസുകൾ കണ്ടെത്തിയതിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. സത്യം സ്ഥിരീകരിക്കാൻ അന്നയും അന്നയുടെ ഭർത്താവും ഒരു ചെറിയ ക്ലിനിക്ക് സന്ദർശിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്ന ഇതിനകം 3 മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. ഇത് കേട്ടപ്പോൾ അന്നയുടെ ഭർത്താവിന്റെ മുഖം വാടി. ഈ പ്രായത്തിൽ ഒരു ഗർഭധാരണം തീർച്ചയായും അയൽക്കാരിൽ നിന്ന് ഗോസിപ്പുകളും കഠിനമായ വിധിന്യായങ്ങളും ക്ഷണിച്ചുവരുത്തും. എന്നിരുന്നാലും അന്നയുടെ സന്തോഷകരമായ പുഞ്ചിരി കണ്ടപ്പോൾ അന്നയുടെ ഭർത്താവിന് വിഷമം തോന്നി. പ്രൊഫഷണൽ മാർഗനിർദ്ദേശം പ്രതീക്ഷിച്ച് ഭർത്താവ് ഒരു ഡോക്ടറുടെ സുഹൃത്തിനെ സമീപിച്ചു. 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന അപകടസാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നുവെന്നും അന്നയുടെ പ്രായത്തിൽ അപകടം വളരെ ഗുരുതരമാണെന്നും ഡോക്ടർ വിശദീകരിച്ചു. കുഞ്ഞിനെ ചുമക്കുന്നത് അന്നയുടെ ജീവന് ഭീഷണിയായേക്കാം. കുഞ്ഞിനും ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത് അന്നയുടെ ഭർത്താവിനെ പ്രസവം നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. എന്നാൽ വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അന്ന ഉറച്ചുനിന്നു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അന്നയുടെ ഭർത്താവ് അന്നയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളോട് അന്നയോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. കുട്ടിക്ക് 20 വയസ്സ് തികയുമ്പോൾ അന്നയ്ക്ക് 90 വയസ്സ് ആകുമെന്ന് സുഹൃത്ത് ഗൗരവമായി പറഞ്ഞു. ഒരു ചെറുപ്പക്കാരന് മാതാപിതാക്കളുടെ നഷ്ടം വളരെ നേരത്തെ തന്നെ നേരിടേണ്ടി വന്നേക്കാം. ഇത് മാനസികാരോഗ്യത്തെ ആഴത്തിൽ ബാധിച്ചേക്കാം. സുഹൃത്തിന്റെ അഭിപ്രായത്തിൽ ഗർഭം തുടരുന്നത് വളരെ നിരുത്തരവാദപരമായിരിക്കും. ഈ വാക്കുകൾ കേട്ടപ്പോൾ അന്നയും അന്നയുടെ ഭർത്താവും പൂർണ്ണമായ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ പോയി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് പൂർണ്ണമായും നന്നായി വികസിച്ചുകൊണ്ടിരുന്നു. ഹൃദയമിടിപ്പ് ശക്തമായിരുന്നു. അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരായിരുന്നു. ഗർഭം വഹിക്കാനും സുരക്ഷിതമായി പ്രസവിക്കാനും അന്നയുടെ ശാരീരിക അവസ്ഥ സ്ഥിരതയുള്ളതാണെന്ന് ഡോക്ടർ വ്യക്തമായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അന്ന കണ്ണുനീർ വാർത്തു. ഗർഭാവസ്ഥയുടെ തുടക്കം മുതൽ എന്തു ചെയ്യരുതെന്ന് മാത്രമേ എല്ലാവരും അന്നയോട് പറഞ്ഞിരുന്നുള്ളൂ. ഇതാദ്യമായാണ് ഒരാൾ വിശ്വാസവും പിന്തുണയും പ്രകടിപ്പിക്കുന്നത്. അന്നയുടെ ഭർത്താവ് കുഞ്ഞിന്റെ ചിത്രം കണ്ടപ്പോൾ സൗമ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം ഭർത്താവ് ഉറച്ച തീരുമാനമെടുത്തു, അന്നയെ പിന്തുണയ്ക്കാനും കുഞ്ഞ് ജനിക്കാൻ അനുവദിക്കാനും. കഥയുടെ ഗുണപാഠം: ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അനുകമ്പ, ബഹുമാനം, വൈദ്യശാസ്ത്രപരമായ സത്യം എന്നിവയാൽ നയിക്കപ്പെടണം. ഭയം, വിധിന്യായം അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദം എന്നിവയല്ല. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.